സംസ്ഥാന സർക്കാരിനെതിരെ കേരള ഗവർണർ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഗവർണറെ കേരളത്തിൽ എവിടെ പോയാലും SFI കരിങ്കൊടി കാണിക്കാൻ തുടങ്ങി. SFI നിയന്ത്രിക്കുന്നത് സർക്കാർ തന്നെയാണ്. ഭരണത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ കുട്ടികളുടെ സംഘടനയാണ് SFI. SFI കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഗവർണർക്ക് എതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ നമ്മൾ കണ്ടു. ഗവർണറെ അവിടെ കയറ്റില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ SFI മുഴുവൻ രംഗത്ത് വന്നു. അതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് ഒരു പ്രകടനം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഗവർണറെ തടയാൻ വേണ്ടി എല്ലാ രംഗത്തും ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഗവർണറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പ്രവേശിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അവിടെ നടന്ന നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഗവർണർ ഒട്ടും വിട്ടുകൊടുക്കാനും തയ്യാറല്ല. അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഗവർണർ റെസിഡൻസിൽ നിന്ന് എയർപോർട്ട് പോയ വഴിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്ത് വെച്ച് 3 സ്ഥലത്ത് അദ്ദേഹത്തിനെ തടഞ്ഞു. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം അവരെ നേരിടാൻ തയ്യാറായി. അതിനുശേഷം അതിലും വലിയ സംഭവം ഉണ്ടായി. നിലമേലെ അദ്ദേഹം കൊട്ടാരക്കരയ്ക്ക് പോയപ്പോൾ നിലമേൽ വെച്ച് അദ്ദേഹത്തിനെ തടഞ്ഞു. 10-40 കുട്ടികൾ തടഞ്ഞു. അതിൽ ഗവർണർ വെളിയിലിറങ്ങി അവരെ പിടിക്കാൻ പറഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്തു. 124A പ്രകാരം 124Aയും 124A പ്രകാരം നടപടിയെടുത്താൽ അവരെ ജാമ്യത്തിൽ വിടാൻ പാടില്ല. ഇന്ത്യയുടെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യമാണ്. ഏത് പാർട്ടിക്കാരനായാലും ശരി, ആരായാലും ശരി, ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ തടയാൻ പാടില്ല. സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് സർക്കാരിനാണ്. സർക്കാരിൻ്റെ തന്നെ ഒരു പോഷക സംഘടന കുട്ടികളെ ഇറക്കി വിടുകയും അതോടൊപ്പം തന്നെ പോലീസിനെ കൊണ്ട് അവരെ തടയാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെ എന്നെ പറയാനൊക്കെ ഉള്ളൂ. ഗവർണർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് നിലമേലെ 10-40 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. അതിൽ 7 പേര് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അവരുടെ ആൾക്കാരായിരുന്നു. അതിനുള്ള വിവരം അദ്ദേഹത്തിന് ലഭിച്ചു. സംസ്ഥാന ഇൻ്റലിജൻസിനും ആ വിവരം ഉണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ അവരുടെ ആ ഘടകങ്ങൾക്കും ആ വിവരമുണ്ട്. ഏതായാലും IBയുടെ റിപ്പോർട്ടുണ്ടാവും. അത് കൃത്യം തന്നെയാണ്. അതിനകത്ത് 7 പേര് പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകരാണ്, അവരുടെ ചെറുപ്പക്കാരാണ് ഗവർണറെ തടയാൻ വേണ്ടി SFIയുടെ ഒപ്പം ചേർന്നത്. ഇത് വളരെ സീരിയസ് ആയ ഒരു ആരോപണമാണ്. ഗവർണറെ പോകുന്നിടത്ത് എന്തിനാണ് സർക്കാർ സ്പോൺസർ ചെയ്ത് കുട്ടികളെ പറഞ്ഞു വിടുന്നത്? അത് വളരെ താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ. അത് സർക്കാരാ ചെയ്യിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതെന്തായാലും നിർത്തണം. മുഖ്യമന്ത്രിയെ തടയുന്ന പോലെ തന്നെയാണ് ഗവർണറെ തടയുന്നത്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ്സുകാർ തടഞ്ഞപ്പോൾ അവർക്ക് അതിഭീകരമായ മർദ്ദനം കിട്ടിയത് നമുക്കറിയാം. അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ ഇറങ്ങി അടിച്ചു. അവർക്ക് അതിനൊന്നും യാതൊരു അധികാരവുമില്ല. പിന്നെ എന്തിനാണ് അവർ രാഷ്ട്രീയം കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പോലീസ് ഫോഴ്സിലുള്ള ഒരാൾ അത് എതിർ ചെയ്തിട്ടുള്ള ആളെ രാഷ്ട്രീയപരമായിട്ട് ഗൺമാൻ എന്ന രീതിയിൽ അടിച്ചു തകർക്കുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ കേരളത്തിൽ നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ജനങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് വരെ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രകടനങ്ങളൊന്നും കടത്താൻ പാടില്ല. അതൊക്കെ നമുക്ക് നിർത്തണം. കുറച്ചുകൂടെ മെച്യൂരിറ്റിയുള്ള രാഷ്ട്രീയമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ എല്ലാ കക്ഷികളും പ്രവർത്തിക്കാവൂ. SFI അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കുന്നതിൽ നല്ലൊരു ശതമാനം കുട്ടികൾ പോപ്പുലർ ഫ്രണ്ടിലെ അംഗങ്ങളുടെ അംഗങ്ങളോ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ചില സത്യങ്ങളും ഉണ്ട്. AKG സെൻട്രൽ വെച്ചിൻ്റെ മുമ്പിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ടിൽ അല്ലെങ്കിൽ SFIയുടെ കുട്ടികൾ കരിങ്കൊടി കാണിച്ചു. അതൊട്ടും ശരിയായില്ല. സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ CPMൻ്റെ അവരുടെ കേന്ദ്ര ഓഫീസ് തന്നെയാണ് AKG സെൻറ്റർ. അവിടുന്നാണ് മുഖ്യമന്ത്രി ഭരണത്തിൽ മന്ത്രിമാരും ഒക്കെ ഇറങ്ങിപ്പോകുന്നത് നമുക്കറിയാം. അപ്പോൾ അവിടെ അതിൻ്റെ മുമ്പിൽ ഒരു ഈച്ചയെ പോലും വിടാതിരിക്കാൻ പ്രതിപക്ഷത്തോ
അല്ലെങ്കിൽ ഭരണത്തെ എതിർക്കുന്ന ഒരു ഈച്ചയെ പോലും അതിൻ്റെ അടുത്തൂടെ വിടാനായിട്ട് അനുവദിക്കില്ല പോലീസ്. പക്ഷെ അതിന് മുമ്പിൽ നിന്ന് കൊടി കാണിച്ചപ്പം തീർച്ചയായിട്ടും AKG സെൻറ്റർ സ്പോൺസേഡ് ആണ് ആ കൊടി കാണിക്കൽ എന്ന് ക്ലിയറായി. അതുകൊണ്ട് ഗവർണറുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അത് വളരെ ഗുരുതരമാണ്. അത് പാർട്ടിക്കാർ ഭരണകക്ഷികൾ ചിന്തിക്കണം. അതൊരിക്കലും നല്ലതല്ല. അവരുടെ ഒരു ഘടകകക്ഷികളും അല്ലെങ്കിൽ അവരുടെ ഒരു വിദ്യാർത്ഥി വിഭാഗവും സംസ്ഥാനത്തെ ഗവർണറെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാവും, രാഷ്ട്രീയപരമായിട്ടോ മറ്റു പല രീതിയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഗവർണറാണ്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ ഒരിക്കലും തടയാൻ പാടില്ല. അദ്ദേഹത്തിന് പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തി അങ്ങ് പോകുക എന്നല്ലാതെ അതിനകത്ത് മറ്റ് തീവ്രവാദ സ്വഭാവമുള്ള നിരോധിത സംഘടനയിലെ ആൾക്കാരെ കൂടെ ചേർത്ത് പ്രകടനം നടത്തുന്നതും കരിങ്കൊടി കാണിക്കുന്നതും ഒരിക്കലും നല്ലതല്ല. അതിന് അതിശക്തമായ നടപടി ഇവിടെ എടുത്തില്ലെങ്കിലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്രത്തിന് തീർച്ചയായിട്ടും അതുപോലെയുള്ള ക്ഷിദ്രവാസനകളുള്ളവർക്കെതിരായി നടപടി എടുക്കാൻ അധികാരമുണ്ട്. അങ്ങനെയുള്ള നടപടികൾ എടുക്കുക തന്നെ ചെയ്യണം.